ആരെ പേരിലാണ് കേസ് ഫയൽ ചെയ്യണത്? ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെ പേരിൽ കേസ് പ്രോട്ടോകോൾ പ്രകാരം കേസെടുക്കും. നമ്മളൊരു ബോർഡ് ജസ്റ്റ് ഒന്ന് റോഡിന്റെ ഫ്രണ്ടിലോട്ട് തള്ളി വെച്ച് നോക്കി, അപ്പോൾ എടുത്ത് കീറി ദൂരേറി ഉടനെ വരും പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ആണ് ഫൈൻ അടിപ്പിക്കാൻ. ആ സ്ഥലത്താണ് നമ്മള് ഇന്ത്യയുടെ പീനൽ കോഡ് റൂളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഏറ്റവും എഡ്യൂക്കേഷൻ ഉള്ള നമ്മുടെ നാട്ടില് നടക്കുന്ന പരിപാടി റോഡ് ബ്ലോക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞ അതാണ്, ചെയ്തോട്ടെ, അതാ വണ്ടി വിടൂ. എന്തിനാണ് ഒരു സൈക്കിള് പോലും വിടാതെ ഈ വൃത്തികേട് കാണിക്കുന്നത്? ഇതിനെ വൃത്തികേടെന്നല്ലേ പറയേണ്ടത്? ഞാൻ ഈ നാട്ടുകാരനാണ്, ഞാൻ ഈ നാട്ടിലുള്ള ആളാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഞാൻ എതിരല്ല, ഒന്നിനും എതിരല്ല. പക്ഷെ അത് ചെയ്യേണ്ട നിയമം എന്താണ് പരിപാലിക്കുന്നത്? എന്ത് നിയമം? പ്രേക്ഷകര് പറയും എന്താണ് താൻ നോക്കിയേ? ഇതാ നോക്കിയേ, ഒന്നോ രണ്ടോ പോലീസുകാരെ വിട്ടിട്ടുണ്ട്. അവരെന്ത് ചെയ്യാനാണ്? ഇവരല്ലേ നമ്മളെ ഭരിക്കണത്. ഇതിൽ ഏത് പാർട്ടി വരട്ടെ, ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടിയല്ലേ ഇനിയിപ്പോ ഇലക്ഷൻ ജയിച്ചു വരണത്? പഞ്ചായത്തിലായാലും സ്റ്റേറ്റിലായാലും കേന്ദ്രത്തിലായാലും ഇതിലേതെങ്കിലും ഒരു പാർട്ടിയല്ലേ വരുള്ളൂ. പക്ഷെ നാടിന്റെ അവസ്ഥ എന്താണ് പ്രേക്ഷകരെ? നിങ്ങൾ നോക്കൂ. ഈ നിസ്സാരം റോഡ് പോലും ബ്ലോക്ക് ചെയ്യാതെ ഒരു ജാഥ നടത്താൻ കഴിയാത്തവര് നമ്മള് വോട്ട് ചെയ്ത് ഇവർ അധികാരത്തിൽ വന്ന് നമ്മളെ ഭരിച്ച എങ്ങനെയിരിക്കും? ആരോ വോട്ട്? പിന്നെ നമ്മളൊരു ചെറിയ കുറ്റം ചെയ്താൽ വലിയ ഫൈനാണ് പറഞ്ഞത്. ആ സ്ഥലത്ത് പ്രോട്ടോകോൾ എല്ലാം തെറ്റിച്ച് റോഡ് ബ്ലോക്ക് ചെയ്ത് ഇതാ എല്ലാ ആൾക്കാരും നടന്നു പോവുകയാണ് ബസ്സിൽ നിന്ന് ഇറങ്ങി. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരോട്ടെ എന്തോ ആയിട്ടോ നോക്കിക്കേ, എല്ലാ വണ്ടിയും ബ്ലോക്കാണ്. ഇവർക്കെതിരെ കോടതി എന്ത് നടപടിയാണ് എടുക്കുന്നത്? ഇവിടെ ഈ ചുറ്റുതട്ടത്തിന് ലക്ഷക്കണക്കിന് അഡ്വക്കേറ്റുമാരില്ലേ? ഇവരെന്തിനാണ് LLB പഠിച്ചത്? ഇവരെന്തിനാണ് LLM പഠിച്ചത്? ഇതാ നോക്കിയാൽ ഒറ്റ വണ്ടി പോകാൻ പറ്റില്ല. ഈ സ്ഥലത്ത് എല്ലാവരും ബ്ലോക്കാണ്. ഇതാ നോക്കിയേ, എല്ലാവരും അവസ്ഥയാണ്. ഇതിനകത്തൊരു ആംബുലൻസ് പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ വോട്ട് ചെയ്ത് നാളെ അധികാരത്തിൽ വരാൻ പോകുന്ന പാർട്ടിക്കാരുടെ തമാശയാണ് ഈ കാണുന്നത്. എന്ത് കോടതി? ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ കോടതി എന്താണ് ചെയ്യുന്നത്? ഇവിടുത്തെ ഹൈക്കോടതി എന്തിന്? ഇവിടുത്തെ സുപ്രീം കോടതി എന്തിന്? ഇവിടുത്തെ സിവിൽ കോടതികൾ എന്തിന്? ഇവിടുത്തെ ക്രിമിനൽ കോടതികൾ എന്തിന്? നമ്മളെ ജനങ്ങൾക്ക് സർവീസ് ചെയ്യാനും ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണോ? ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ബ്ലോക്ക് ചെയ്യാനാണോ? എന്തിനാണ് ഈ കോടതികൾ ഇവിടെ ഇരിക്കുന്നത്? ഞങ്ങളെ പോലെയുള്ള പാവങ്ങളെ പെറ്റിയടിക്കാൻ, വഴിയെ പോണ നമ്മളെ കെട്ടിടക്കാരെ അടച്ചില്ലെന്ന് പറഞ്ഞ് വീട് ജപ്തി ചെയ്യാനോ? എന്തിനാണ്? നോക്കി, ഒറ്റ വണ്ടി പോടില്ല. എത്ര സമയം കൊണ്ട് ബ്ലോക്ക് നോക്കണം. ഒരു സ്കൂട്ടർ പോലും വിടില്ല. എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഞാനിതിനൊക്കെ ഇതുകൊണ്ടാണ് ഞാൻ നമ്മുടെ നിയമവ്യവസ്ഥയെ കുറിച്ച് എനിക്ക് ഒരു പോസിറ്റീവ് അഭിപ്രായം ഇല്ലാത്തത്. എന്താണ് ഇതാ നോക്കിയത്? എല്ലാവരും ഉണ്ട്, എല്ലാവരും.